Question number 4. A man has 10% increase in his salary. If his new salary is 1,54,000, find his original salary. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഒറിജിനൽ സാലറി നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ലെറ്റ് ഒറിജിനൽ സാലറി ബി എക്സ്. നമുക്കറിയാത്ത സംഭവമല്ലേ അത്. അപ്പോൾ നമ്മൾ എക്സ് എടുക്കുക. ലെറ്റ് ഒറിജിനൽ സാലറി ബി എക്സ്. %, ഇൻക്രീസ് ഉണ്ടായെന്നല്ലേ പറയുന്നത്. അതായത് ഒറിജിനൽ സാലറീൻ്റെ 10%, അങ്ങനെയല്ലേ നമ്മൾ പറയുക. അതായത് എക്സ് സാലറിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 10% ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ 10% ഇൻക്രീസ് ആയിരിക്കുന്നത്? ഉണ്ടായ സാലറീൻ്റെ 10%. ഓക്കെ, അപ്പം നമ്മൾ എന്ത് എഴുതും? ഉണ്ടായ സാലറീൻ്റെ, അതായത് എക്സ്, ഒറിജിനൽ സാലറീൻ്റെ 10% ആണ് കൂടിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ന്യൂ സാലറി എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ പുതിയ സാലറി എന്ന് പറയുമ്പോഴത്തേക്കും ഇതെന്താണ്? എക്സിന് 10% എന്ന് പറയുമ്പോൾ എന്താണ്? ആ പെർസെൻറ്റേജ് മാത്രമാണ് എന്തോരമാണ് കൂടിയെന്ന്. അതിനോട് കൂടി ഉണ്ടായ സാലറികൾ കൂട്ടണം, ഒറിജിനൽ സാലറി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പുതിയ സാലറി കിട്ടും, 1400. ഓക്കെ, അതായത് നമ്മൾ ടാക്സിൻ്റെ കേസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ടാക്സിൻ്റെ കേസിൽ എങ്ങനെയാണ്? ടാക്സ് കണ്ടുപിടിക്കണം, എന്നിട്ട് പ്രൊഡക്റ്റിൻ്റെ ഒറിജിനൽ എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ ബിൽ എമൗണ്ട് കിട്ടുന്നത് അല്ലേ? അതുപോലെ തന്നെ സെയിം ആ ഒരു മെത്തഡാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ സാലറി ഒറിജിനൽ നമുക്കറിയില്ല, ഒറിജിനൽ സാലറി നമുക്കറിയില്ല. അത് നമ്മൾ എക്സൽ എടുത്തു. എത്രയോ പെർസെൻറ്റേജ് കൂടി. എത്ര പെർസെൻറ്റേജാണ്? 10% കൂടിയിരിക്കുന്നത്. എന്തിൻ്റെ 10%? നമ്മുടെ ഒറിജിനൽ സാലറിയുടെ 10%. അപ്പോൾ എന്തോരമാണ് കൂടിയിരിക്കണേന്ന് നമുക്ക് കിട്ടും. ഓക്കെ, എന്തോരം കൂടിയെന്ന്. എക്സിൻ്റെ 10% കൂടിയിരിക്കുന്നത്, അതായത് എൻ്റെ ടോട്ടൽ സാലറീൻ്റെ 10%. അതിനോട് കൂടി എൻ്റെ ഒറിജിനൽ സാലറി കൂട്ടണ്ടേ, അപ്പോഴല്ലേ എനിക്ക് പുതിയ സാലറി കിട്ടുള്ളൂ. ശരിയല്ലേ? അതാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. എങ്ങനെയാണ്? എക്സ് ഇൻറ്റു 10% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് ഇൻറ്റു 10/100 പ്ലസ് എക്സ് ഈക്വൽ ടു 154,000. സീറോസ് ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാം. ഇവിടെ ഡിനോമിനേറ്റർ ഒന്നുമില്ലെങ്കിൽ അർത്ഥം എന്താ? 1 ആണ്. ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 10 ആണ്. എക്സ് ഇൻറ്റു 1 എക്സ്. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മേലെ ഇപ്പോൾ ബാക്കി എന്താ ഉള്ളത്? എക്സ് പ്ലസ് 10x/10 ഈക്വൽ ടു 154,130. നമുക്ക് സോൾവ് ആക്കാം. അതായത് 11x ഈക്വൽ ടു 10 അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, അതായത് ഡിവിഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. 154 എത്ര പൂജ്യം വരും? 4 പൂജ്യം. എക്സ് ഇസ് ഈക്വൽ ടു 154,000/11. ഇത് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം. 154,000 4 zeros ഡിവൈഡഡ് ബൈ 11 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 140,000, 1,40,000. ഇതായിരുന്നു എന്ത്? ഒറിജിനൽ സാലറി. ഓക്കെ, 1,40,000. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ 3. ഓക്കെ.